അങ്ങനെ ഞങ്ങൾ ചിപ്പി വാങ്ങിച്ചു. വലുതാണേ, വലുത് ചെറുതുമുണ്ട്. ചിപ്പി ക്ലീൻ ചെയ്തു. ഇനി വേവിക്കാം. നല്ല സൈസുണ്ട്. നല്ല ചിപ്പി വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇതിൻ്റെ അകത്ത് നിന്ന് വെച്ചാൽ നമുക്ക് ഇളക്കിയെടുക്കണം. ചിപ്പി ഫ്രൈ ചെയ്യാനാണ് പോണേ. അപ്പോൾ അതിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. കാരണം ചില ആൾക്കാർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ചിപ്പി ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. ഞാൻ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ ഉപ്പ്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ചിപ്പി വറുക്കാനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിട്ട് ഇട്ട് കൊടുക്കാം. ചിപ്പി തോരനുണ്ട്. അതിനായിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ അതിനുള്ള അരപ്പിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മസാല ചേർത്തിട്ടുള്ളത്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് ഇടുകയാണ്. വറ്റൽമുളക്, കരിവേപ്പില, ഇഞ്ചി എടുത്തത് ഇളക്കില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇടണം. കുറച്ച് ഉപ്പ്. സവോളയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി ചിപ്പി ഇട്ട് കൊടുക്കാം. ചിപ്പി തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ചിപ്പി ഒന്ന് സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് മറിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് നമുക്ക് ചിപ്പി തോരൻ എന്തായെന്ന് നോക്കാം. ഓക്കെ എന്ന് തോന്നുന്നു. എല്ലാ മസാലയൊക്കെ പിടിച്ചു. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ചിപ്പി തോരൻ ഇവിടെ റെഡി. ചിപ്പി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ചിപ്പി ഫ്രൈ റെഡിയായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിപ്പി തോരനും ചിപ്പി ഫ്രൈയും. കൂടെ കഴിക്കാൻ കപ്പയും.